ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. ഹോപ്പ് യു ഗായ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു റീഡിങ്ങിനായിട്ട് കാർഡ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വന്ന ഒന്ന് രണ്ട് കാർഡുകളുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, കാരണം കുറച്ച് ആൾക്കാർ കുറച്ച് ഡിസിഷൻസ് പൂർണ്ണമായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യണം, അതാണ് എൻ്റെ ലൈഫിന് നല്ലത്, അല്ലെങ്കിൽ റിയാലിറ്റി എന്താണ് എന്ന് അറിഞ്ഞ് തീരുമാനിക്കണം എന്നുള്ള രീതിയിലേക്ക് കുറച്ച് ആൾക്കാരുടെ എനർജി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ എന്താണോ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന കാർഡ് അത് തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന റിലേഷൻഷിപ്പ് മേ ബി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കാം. ഇത് ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പാണോ, ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചർ ഉണ്ടോ, അല്ലെങ്കിൽ ശരിക്കും എൻ്റെ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിലാണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കളയുന്നില്ലേ എന്നുള്ള കുറച്ച് റിയലൈസേഷനും അല്ലെങ്കിൽ കുറച്ച് റിഗ്രറ്റും. കുറച്ച് ആൾക്കാരിൽ റിഗ്രറ്റ് കാണുന്നുണ്ട്, കുറച്ച് പേരിൽ അവർക്കൊരു സ്വയം ബോധമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ശരിയാണോ, ഞാൻ ഇതിൽ നിന്ന് പോകേണ്ട സമയമായില്ലേ, വിട്ട് നിൽക്കേണ്ട സമയമായില്ലേ, അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ കയറണ്ടേ, ഇതിൽ നിൽക്കുന്ന സമയത്ത് മേ ബി എൻ്റെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളൊന്നും വരാണ്ട് ബ്ലോക്കായി നിൽക്കുകയാണല്ലോ എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. സോ അപ്പോൾ എനിക്കിതിൽ നിന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾമോസ്റ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ പേർക്ക് ഈ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെട്ടു പോയി, ഒരാളെ സ്നേഹിച്ച് പോയതിൻ്റെ പേരിൽ അയാളെ വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല, എന്നാൽ എൻ്റെ ഫ്യൂച്ചർ ഇവിടെയും അല്ലല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, വേറെ ആൾക്കാരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയല്ലോ, ബ്രേക്കപ്പിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കാം. ഓക്കെ, ഞാൻ ഇതിൽ മെയിനായിട്ട് നോക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, അവരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത്, നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞാൽ ഞാനിതിൽ കാണുന്ന ഭയങ്കരമായിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ, ഡീപ്പായിട്ടുള്ള ട്വിൻ ഫ്ലെയിം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കണ്ടുമുട്ടേണ്ട ആൾക്കാർ തന്നെയായിരുന്നു. ഓക്കെ, നിങ്ങൾ അവരെ കണ്ടുമുട്ടിയതിലൊരു പർപ്പസ് ഉണ്ടായിരുന്നു, നിങ്ങൾ അവരെ കണ്ടുമുട്ടേണ്ട ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരുമിച്ചുള്ള ജേർണിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ പർപ്പസ്ഫുള്ളി നിങ്ങളെ തമ്മിൽ ഡിവൈൻ ഒന്നിപ്പിച്ചത് തന്നെയാണ്. സോ അല്ലെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പിൽ പെട്ടുപോയി ട്രാപ്പായതുപോലെ ഫീൽ ചെയ്തു, എന്തിനും യൂണിവേഴ്സ് എനിക്ക് ഇങ്ങനെ തന്നു എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. കാരണം യൂണിവേഴ്സായിട്ട് ഒരാൾ നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങളത് ഇത്രയൊക്കെ വേണ്ടെന്നും പറഞ്ഞ് പോയാൽ പോലും അത് കണക്ട് ചെയ്യിപ്പിക്കും. കാരണം അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. അത് പഠിച്ചിട്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ഇതിലും വലിയ വലിയ ആൾക്കാരെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും. സോ ശരിക്കുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അതെങ്ങനെ ആയിരിക്കണം, അതെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പഠിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടിടുന്നതാണ്. ഓക്കെ, സോ അതിന് നിങ്ങളെ തെറ്റായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പെട്ടുപോയല്ലോ, എനിക്കിങ്ങനെ സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ഉണ്ട്. സെയിം സൈക്കിൾസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അതേ റിലേഷൻഷിപ്പ് തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമാണ് അട്രാക്റ്റ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഞാൻ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവരൊക്കെ റിയാലിറ്റി മറന്ന് ഇതെനിക്ക് പറ്റിയതല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു കല്യാണം ആയിക്കോട്ടെ, ഒരുമിച്ചുള്ളൊരു ജീവിതം ആയിക്കോട്ടെ, അങ്ങനെ സ്വപ്നം കണ്ടിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ എനിക്കിതിൽ കണ്ടപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർക്ക് നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ആ ഒരു പേഴ്സണിനെ നിങ്ങളിൽ നിന്ന് പതുക്കെ അകറ്റിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, കാരണം ഒറ്റയടിക്ക് ഒരു ബ്രേക്കപ്പ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിനേക്കാളും പതുക്കെ ഒരു ചിലവർക്ക് ചെറിയൊരു വേദന പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും യൂണിവേഴ്സായിട്ട് തന്നെ റിലേഷൻഷിപ്പ് മാറ്റി നിങ്ങളുടെ മൈൻഡ് വേറൊരു രീതിയിലാക്കി നിങ്ങൾ വലിയൊരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സൈക്കിളിലേക്ക് നിങ്ങളിതിൽ കാണുന്നുണ്ട്, വേൾഡ് കാർഡ് കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾ പുതിയൊരു ലോകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു ഓൾഡ് സൈക്കിൾ ഉണ്ടായിരുന്നു, ആ സൈക്കിൾ എൻഡ് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നതും. അത് കഴിഞ്ഞു. സോ നിങ്ങളുടെ ഒരു പുതിയ വേൾഡിലെന്ന് പറയുന്നത് അവിടെ ഒരുപാട് വ്യക്തികളെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളെന്ന് പറയുന്ന ഒരാളെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് വരുന്നതായി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് അല്ല 90% ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു പുതിയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയത്തില്ല,
റിലേഷൻഷിപ്പ് വൈസായിട്ട് വരാൻ ചാൻസ് കുറവാണ്. നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട്, നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തിയുടെ പർപ്പസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ആ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാൻ സാധിച്ചിട്ടില്ല. ക്ലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു, നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളെ മറക്കാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് വരുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉടനെ തിരിച്ച് വരണമെന്നുമില്ല. അവരുടെ മനസ്സിൽ നിരാശയുണ്ട്, ചിലർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്, അവരായിട്ട് എന്തോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് തിരിച്ച് വരാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ തിരിച്ച് വരാൻ വേണ്ടി അവർ നിൽക്കത്തില്ല. അവരിപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ലൈഫ്, അവർക്ക് വേണ്ട പ്രയോറിറ്റീസ്, അവരുടെ വേൾഡിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് അവരിപ്പോൾ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നു, നിങ്ങളെ വെറുത്തു, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ഒരു ലൈഫിന്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിന് മാത്രമാണ്. ഓക്കെ, ഞാനിത് എടുത്ത് ക്ലിയർ കട്ടായിട്ട് പറയാൻ കാരണം, ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചിലവർക്കാണെങ്കിൽ പോലും ആ ഒരു വ്യക്തി എന്നെ പറ്റി ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ഞാനാണ് എല്ലാം, എന്തൊക്കെ പറഞ്ഞാൽ വഴക്കിട്ട് പോയതല്ലേ ആണ്, ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അവരെന്താണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ഓക്കെ, കുറേ പേർക്ക് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കാം മേ ബി എൻ്റെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് കടന്നു പോകേണ്ട ഒരു ടൈം ആയിക്കൊണ്ട് നിൽക്കുകയാണ്. സോ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ, അല്ലാതെ വേറൊന്നും നിങ്ങളുടെ ലൈഫിൽ വരത്തില്ല. സോ നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക, നല്ലൊരു ലൈഫിലേക്ക് കടന്നു വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇപ്പം നമ്മുടെ ഇപ്പോൾ തമിഴിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമോ, അവരുടെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെയാണ്. അവരുടെ മനസ്സിലുള്ള ശരിക്കുള്ള ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഒരിക്കലും പറയത്തില്ല. പക്ഷെ അവരൊരിക്കലും തിരിച്ച് ഉടനെ വരുന്ന ഒരു ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അഥവാ തിരിച്ച് വന്നാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വരും പോകും ഒരു ഓൺ ആൻഡ് ഓഫ് എനർജി ആയിരിക്കും, ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് കടക്കാൻ ടൈമായിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പർപ്പസ്ഫുള്ളി എന്ന് ഞാൻ പറയുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈനായിട്ട് ഒന്നിപ്പിച്ചതാണ്, അതിൽ കുറേ ലെസൺസ് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ചാപ്റ്ററോടെ ക്ലോസ് ആകേണ്ട ഒരു ടൈം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്ന് നിങ്ങളുടെ തമ്മിൽ പിരിഞ്ഞു പോകുന്നതോ എന്തെങ്കിലുമൊക്കെ പിണക്കമായി പോയതോ ആയതുകൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡ് സെറ്റ് ഒരുപാട് മാറി വരുന്നുണ്ട്. അവർക്കും അവരുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന ആഗ്രഹം മാത്രമാണ് ഉള്ളത്. സോ നിങ്ങളും സെയിം നിങ്ങളുടെ ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ പോലും, അബണ്ടൻസ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സ് ഇവിടെ പ്രിപ്പയർ ഇരിക്കുകയാണ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളത് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആക്കാൻ നിൽക്കരുത് എന്ന് എടുത്തു പറയുന്നൊരു കാര്യമാണ്. നിങ്ങളിവിടെ ഭയങ്കര ദുഃഖിച്ച് വിഷമിച്ച് എന്തൊക്കെ ഉള്ളിൽ അല്ലെങ്കിൽ പുറത്തു ഞാൻ എന്തൊക്കെ സ്ട്രോങ് ആണ്, എത്രയൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഒരു ദുഃഖം കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് കിടന്ന് പോരാടുന്നുണ്ട്, വലിയൊരു ഭാരം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന ഒരു ഫീലിങ്സ് ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക എന്നാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ഇതിനിപ്പോൾ ഒരു ഫീലിങ്സിനേക്കാളും ഒരു മെസ്സേജ് ലൈക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, അത് റിലേഷൻഷിപ്പ് വൈസ് അല്ല, സംതിങ് നിങ്ങളെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് ഒരാൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, എനിക്കിപ്പം ഒരു എന്താ പറയുക, ഒരു ഫീലിങ്സിനേക്കാളും അപ്പുറം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ റിയാലിറ്റിയിൽ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് എനിക്ക് പറഞ്ഞു തരാൻ തോന്നിയത്. സോ നിങ്ങൾ റിയാലിറ്റി അറിഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി കുറച്ചും കൂടെ സ്ട്രോങ് ആവുക. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ വരുന്നുണ്ട്. സോ ആ ലൈഫിലുള്ള ചേഞ്ചസ് വരുന്നതിനായിട്ട് നിങ്ങളെ തന്നെ ഓപ്പൺ ആക്കുക. നമ്മളിപ്പോൾ നമ്മളെ മറന്ന് നമ്മളെക്കാളും കൂടുതലായിട്ട് ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളൊക്കെ അത് എന്താ പറയുക, അതൊന്നും ഒരിക്കലും നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ
വരത്തുള്ളൂ. അത് എനിക്ക് ഇപ്പോൾ എക്സാമ്പിൾ എന്നെ തന്നെ പറയേണ്ടതാണ്. ഞാൻ എപ്പോഴാണോ എന്നെ കൂടുതലായിട്ട് സ്നേഹിച്ചു തുടങ്ങിയത് അപ്പോഴാണ് എൻ്റെ ലൈഫിലേക്ക് കുറേ നല്ല കാര്യങ്ങൾ വന്നു തുടങ്ങിയത്. സോ സെയിം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എപ്പോഴാണ് ഒരു ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്റ്റേജാണ് എനിക്ക് ഇപ്പോൾ ഈ കാർഡ് സ്പ്രെഡ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏഞ്ചൽ മെസ്സേജ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏഞ്ചൽ മെസ്സേജ് എന്ന്? ഓക്കെ, എന്ത് ഏഞ്ചൽ മെസ്സേജാണ് ഉള്ളത്? നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക, നിങ്ങളെ തന്നെ റിക്കവർ ചെയ്തെടുക്കുക. നിങ്ങളെ തന്നെ മാറ്റി നല്ലപോലെ റിക്കവർ ചെയ്തെടുക്കുക. ഈ ചിലവർക്ക് ഈ പറയുന്നത് മെഡിറ്റേഷൻ, യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നോ ദ റൈറ്റ് ടൈം. ഈ നോ ദ റൈറ്റ് ടൈം വെച്ച് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും എവിടെയൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് ഒന്നിനെയും ചെന്ന് എത്തിപ്പിടിക്കാതിരിക്കുക. അതുപോലെ തന്നെ റഷ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന പേഴ്സൺ ആണെങ്കിൽ പോലും ടെക്സ്റ്റ് ചെയ്താലും നിങ്ങൾ അങ്ങോട്ടൊരു വോയിസ് അയക്കുകയോ വിളിക്കാനോ പോയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നിങ്ങൾ അതിൽ നഗരെ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക. കൂടുതലും എന്ത് കാര്യം ഉണ്ടെങ്കിൽ പോലും ആരുടെ അടുത്താണെങ്കിൽ പോലും ഓപ്പണായിട്ട് സംസാരിക്കാൻ നോക്കുക. പിന്നെ റിലേഷൻഷിപ്പ് വൈസ് പറയുന്നതല്ല, നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിന് പോയാൽ പോലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മദർ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉള്ളതാണ്. നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മുന്നോട്ട് നിങ്ങളെ മാത്രം സ്നേഹിച്ച് നല്ല അടിപൊളിയായിട്ട് പോവുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നന്നായിട്ട് അട്രാക്റ്റ് ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജൊക്കെ നല്ല അടിപൊളി മെസ്സേജാണ്. സോ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ റിയാലിറ്റി ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു.